ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കൂടി വരുവാൻ ദൈവം ഇടയാക്കുന്നത് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, നല്ല പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ആരാധനയ്ക്കായിട്ട് ഒരുമിച്ച് ചേരുവാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നത് ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ഇരുന്നു കൊണ്ട് ഒരുക്കത്തോടുകൂടി അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെയും ഭവനങ്ങളെയും വ്യക്തികളെയും എല്ലാവരും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ കൂടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ദേശത്തിനും കർത്താവേ ലോകത്തിനും സമാധാനവും ആശ്വാസവും പകരണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നത് ഓർത്തുകൊണ്ട് നന്ദി. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമ സ്തുതിക്കായിട്ട് ക്രിസ്തീയ ഗീതങ്ങളിൽ 344 ഗീതം നമുക്ക് പാടാം. ക്രിസ്തീയ ഗീതങ്ങളിൽ 344. വന്ദനം യേശുപരാ, നിനക്കെന്നും വന്ദനം യേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. ഇന്നു നിൻ സന്നിധിയിൽ ആടിയാർക്കു വന്നു ചേരുവാതിനാ തന്ന നിന്നുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നേ. തന്ന നിന്നുന്നതമാം കൃപയ്ക്കായി വന്ദനം ചെയ്തിടുന്നു. നിൻരുതിരമതിന പ്രതിഷ്ഠിച്ച ജീവപുതുവഴിയ നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. നിന്നടിയാർക്കു പിതാവിൻ സന്നിധം വന്നിടാമേ സതതം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധ നാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കേണമേ. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവ്വശക്തനായ ദൈവമേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ വാഴ്ത്തുന്നു, ഞങ്ങളെ വന്ദിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ വലിയ മധുരങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, പിതാവിന്റെ പുത്ര, ലോകത്തിന് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ
കരുണയുണ്ടാക്കണമേ. നീ മാത്രമല്ലോ പരിശുദ്ധൻ, നീ മാത്രം കർത്താവു മിശിഹായേ, നീ മാത്രം മിശിഹായുടെ പിതാവായ ദൈവത്തിൽ മഹോന്നതനാകുന്നു. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത്, ഇസ്രായേലേ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയും ഇല്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോടു കരുണയുണ്ടാ, നിന്റെ ഈ കൽപ്പനകളെ ഒക്കെയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതേണമെന്നു ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധം വചനം കേൾക്കുവാനും കർത്താവിൻ്റെ ശരക്തങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ ദൈവത്തിൻ്റെ വിശുദ്ധ വഴികളിൽ കൂടി നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയാം. സ്വർഗ്ഗസ്ഥപിതാവേ, ഞങ്ങൾ വിരോധമായി പാപം ചെയ്ത് ഏറ്റുപറയുന്നു. ഞങ്ങൾ ആശ്രയമായി ഞങ്ങൾ താഴ്നാമം ചിരിക്കുന്നതിലും ഞങ്ങൾ അനുഭവമെല്ലാം ഞങ്ങളോട് കരുണയാകണമേ. യേശു ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാക്കണമേ. ഞങ്ങൾ മനസ്സാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരുടെ നൽകണമേ. ഞങ്ങളുടെ താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. സത്യമായി ക്രിസ്തുവിങ്കൽ കൂടെ തങ്കിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാവഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്കലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരന്മാരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തൻ്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ച് അവയിൽ നിന്ന് നമ്മെ വിടുവിച്ച്
സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ നിനക്കു സ്തോത്രം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളാൽപ്പാടുകൂടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. ഉയർപ്പിന് ശേഷം 2-ാം ഞായർ. നിത്യസ്നേഹമുള്ള ആതിഥ്യനായി ജീവിക്കുന്ന ദൈവമേ, പരസ്പരം സഹോദരീ സഹോദരങ്ങളായി സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രകൃത്യാൽ അന്യരും ശത്രുക്കളുമായിരുന്ന ഞങ്ങൾക്ക് നിന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നിന്നുള്ള കൂട്ടായ്മയും സഹവാസവും സാധ്യമാക്കി തരുന്നത് പോലെ ആവശ്യത്തിലിരിക്കുന്നവരായ ആതിഥ്യ മര്യാദ പാലിക്കുവാൻ ഞങ്ങളെവരെയും സഹായിക്കണമേ. അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള വേദഭാഗം. ഈ വിശുദ്ധ ഞായറാഴ്ച ആരാധനയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 13 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ. ഞാൻ പിന്നെയും തലപൊക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരൂശലേമിനെ അളന്ന് അതിൻ്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്ന് അവനെ എതിരേൽപ്പാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ഹേ, വടക്കേ ദേശം വിട്ടോടുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളെ ആകാശത്തിൻ്റെ 4 കാറ്റുപോലെ ചിതറിച്ചിരിക്കുന്നുവല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹേ ബാബേൽ പുത്രിയുടെ അടുക്കൽ പാർക്കുന്ന സിയോനെ, ചാടിപ്പോക, സൈന്യങ്ങളുടെ യഹോവ എപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവൻ്റെ കൺമണിയെ തൊടുന്നു. ഞാൻ അവരുടെ നേരെ കൈകുലുക്കും. അവർ തങ്ങളുടെ ദാസന്മാർക്ക് കവർച്ചയായിത്തീരും. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സിയോൻ പുത്രിയെ ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്ക, ഇതാ ഞാൻ വരുന്നു, ഞാൻ നിൻ്റെ മധ്യേ വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിൻ്റെ മധ്യേ വസിക്കും. സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. യഹോവ വിശുദ്ധ ദേശത്ത് യഹൂദയെ തൻ്റെ ഓഹരിയായി കൈവശമാക്കുകയും യെരൂശലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. സകല ജഡവുമായുള്ളവരെ യഹോവയുടെ മുൻപിൽ മിണ്ടാതിരിപ്പീൻ, അവൻ തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്നു. നാം വായിച്ചു കേട്ടത് ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദഭാഗം. ദൈവമേ നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ശ്രദ്ധിപ്പീൻ. ദൈവത്തിനു മഹത്വം. Gospel according to St. John, chapter 21, verses begin from 1 to 14. Afterward,
Jesus appeared again to his disciples by the Sea of Tiberias. It happened this way. Simon Peter, Thomas, called Didymus, Nathanael from Cana in Galilee, the sons of Zebedee, and 2 other disciples were together. I am going out to fish, Simon Peter told them. And they said, we will go with you. So they went out and got into the boat, but that night they caught nothing. Early in the morning, Jesus stood on the shore, but the disciples did not realize that it was Jesus. He called out to them, friends, haven't you any fish? No, they answered. He said, throw your net on the right side of the boat and you will find some. When they did, they were unable to haul the net in because of the large number of fish. Then the disciples whom Jesus loved said to Peter, it is the Lord. As soon as Simon Peter heard him say, it is the Lord, he wrapped his outer garment around him, for he had taken it off, and jumped into the water. The other disciples followed in the boat, towing the net full of fish, for they were not far from shore, about 100 yards. When they had landed, they saw a fire of burning coals were with fish on it and some bread. Jesus said to them, bring some of the fish you have just caught. Simon Peter climbed board and dragged the net ashore. It was full of large fish, 153. But even with so many, the net was not torn. Jesus said to them, come and have breakfast. None of the disciples dared ask him, who are you? They know it was the Lord. Jesus came, took the bread and gave it to them, and did not the same with the fish. This was now the 3rd time Jesus appeared to his disciples after he was raised from the dead. We have heard the word of God. വിശേഷം നൽകിയ Hymn number 216. ജ്ഞാനകീർത്തനങ്ങളിൽ 235. ജ്ഞാനകീർത്തനങ്ങൾ 235. ഇംഗ്ലീഷ് ഹിംനൽ 216. Blessed assurance, Jesus is mine. Oh, what a foretaste of glory divine, heir of salvation, purchase of God, born of His Spirit, washed in His blood. This is my story, this is my soul, praising my Savior all the day long. This is my story, this is my soul, praising my Savior all the day long. Perfect submission, perfect delight, visions of rapture burst on my sight. Angels descending, bring from above
echoes of mercy, whispers of love. This is my story, this is my song, praising my Savior all the day long. This is my story, this is my song, praising my Savior all the day long. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവവചനം ശ്രവിക്കുന്നതിനും ഒരുമിച്ച് ധ്യാനിക്കുന്നതിനും ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ നോമ്പിൻ്റെ സമയത്ത് സെഖറിയ പ്രവാചകൻ്റെ പുസ്തകം, മലാഖി പ്രവാചകൻ്റെ പുസ്തകം, ഈ രണ്ട് പുസ്തകങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും നമ്മോട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ തുടങ്ങിയെങ്കിലും പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ സാധിച്ചിരുന്നില്ലല്ലോ. സെഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുവാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ദയവായി എല്ലാവരും അവരവരുടെ ബൈബിൾ എടുക്കുകയും സെഖറിയ പ്രവാചകൻ്റെ പുസ്തകം എടുത്ത് നോക്കുകയും ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. ദൈവജനം ബാബിലോണിയ പ്രവാസത്തിലായിരുന്നു 70 വർഷം. അതിനുശേഷം ബാബിലോണിൽ നിന്ന് മടങ്ങി വന്ന ദൈവമക്കളെക്കുറിച്ചും അവരുടെ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് എസ്ര, നെഹമ്യാവ് എന്ന 2 പുസ്തകങ്ങളിൽ, ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലത്ത് ജീവിക്കുകയും പ്രവചിക്കുകയും ചെയ്തിരുന്ന 2 പ്രവാചകന്മാരാണ് ഹഗ്ഗായിയും സഖറിയാവും. അവർ രണ്ടുപേരും സമകാലികരായിരുന്നു. അവരുടെ പ്രവർത്തനത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ലക്ഷ്യവും ഏറെക്കുറെ ഒന്ന് തന്നെയായിരുന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനത്തിൻ്റെ പ്രഥമമായ താല്പര്യം ദൈവാലയം പുനഃസ്ഥാപിക്കുക, ദൈവാലയം പുതുക്കിപ്പണിയുക എന്നുള്ളതായിരുന്നു. കാരണം അവരുടെ പട്ടണവും ദേവാലയവും 70 വർഷം മുമ്പ് നശിച്ചു പോയതാണ്, നശിപ്പിക്കപ്പെട്ടതാണ്. അത് പുനഃസ്ഥാപിക്കുന്നതിനാണ് പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന കോരസ് രാജാവ് ചക്രവർത്തി ഈ ജനത്തിന് അതിനുള്ള അവകാശവും അധികാരവും ഒരു പരിധിവരെ അതിനുള്ള വിഭവങ്ങളും കൊടുത്തിട്ടാണ് അവരെ നാട്ടിലേക്ക് മടക്കി അയച്ചത്. അവർ വന്ന് അധികം താമസിക്കാതെ ദേവാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2 വിധത്തിലുള്ള പ്രയാസങ്ങൾ അവർക്ക് അന്ന് നേരിടേണ്ടി വന്നു. ഒന്ന്, ദേവാലയം പണി നടക്കുമ്പോൾ തന്നെ നല്ലൊരു വിഭാഗം ആളുകൾ വിചാരിച്ചു ദേവാലയം സാവധാനത്തിൽ പണിതാലും മതി, തങ്ങൾക്ക് തന്നെ വീടുകളും കൃഷിയും ബിസിനസ്സും ആദ്യം തുടങ്ങാം, പിന്നീട് ദേവാലയം പണിതാലും മതി എന്നൊരു ധാരണ അവരുടെ ഇടയിലുണ്ടായി. അങ്ങനെയുള്ള ജനത്തെ
വീണ്ടും ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതിനാണ് ഹഗ്ഗായി പ്രവാചകൻ പ്രവചിച്ചത്. ആ ഭാഗം നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിട്ടുള്ളതുമാണ്. വേറെ ഒരു തടസ്സം അവർക്കുണ്ടായിരുന്നത് തദ്ദേശവാസികളായ ആളുകളും അവരുടെ ശത്രുക്കളും ഈ ദേവാലയം പണി തടസ്സപ്പെടുത്തുന്നതിന് പരിശ്രമിച്ചു. അധികാരികൾക്ക് അവർ അങ്ങനെ ഒരു പെറ്റീഷൻ അയച്ചു. ഈ പണി നിർത്തിവെക്കുവാൻ അന്നത്തെ ഭരണാധികാരികൾ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ യെരുശലേം ദേവാലയത്തിൻ്റെ പണി തടസ്സപ്പെട്ടു. ഏകദേശം 16 അവരാരംഭിച്ചതിന് ശേഷം 16 വർഷത്തോളം ദേവാലയത്തിൻ്റെ പണികൾ നിർത്തിവെക്കപ്പെട്ടു. ആ സമയത്താണ് സെഖര്യാ പ്രവാചകൻ ജനത്തെ പ്രബോധിപ്പിക്കുന്നതിനും അവരുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മപ്പെടുന്നതിനും ദൈവത്തെങ്കിലേക്ക് അവർ തിരിയേണ്ടതിൻ്റെ ആവശ്യകതയെ അവരെ ബോധ്യപ്പെടുത്തുവാൻ പ്രവചിക്കുകയും ചെയ്തത്. ഇതാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ധാരാളം വേദവാക്യങ്ങൾ ഈ പ്രവചനത്തിലുണ്ട്. അത് പറയാനല്ല വാസ്തവത്തിൽ ഞാനിന്ന് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവം എങ്ങനെയാണ് വ്യക്തികളിൽ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊരുമിച്ച് ധ്യാനിക്കുവാനാണ്, ചിന്തിക്കുവാനാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യക്തികളുണ്ട്. ആ 3 വ്യക്തികളുടെ ശുശ്രൂഷയെക്കുറിച്ചിട്ടാണ് നമുക്കിന്ന് ചിന്തിക്കേണ്ടത്. 3 വ്യക്തികൾ 3 വ്യത്യസ്ത തലങ്ങളിൽ ഉള്ള ആളുകളാണ്. ഒന്ന് സെഖര്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ തന്നെ. സെഖര്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം പ്രവചനം ആരംഭിക്കുന്നത് അദ്ദേഹം ഒരു യുവാവ് ആയിരിക്കുമ്പോൾ തന്നെയാണ്. ഹി വാസ് എ യൂത്ത്. ഒരു പ്രവാചക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയുമായിരുന്നു സെഖര്യാവ്. രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതനാണ്. ഒരാൾ പ്രവാചകനായിരുന്നു, രണ്ടാമത്തെ ആള് പുരോഹിതനാണ്. മൂന്നാമത്തെ ആള് സെരുബ്ബാബേൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം മലയാളത്തിൽ പറയുന്നത് ദേശാധിപതിയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഗവർണറായിരുന്നു. ഒരാൾ പ്രവാചകനാണ്, രണ്ടാമത്തെ ആൾ പുരോഹിതനാണ്, മൂന്നാമത്തെ ആൾ ഗവർണറാണ്. 3 പേരുടെയും തൊഴിലും അവരുടെ പൊസിഷനും എല്ലാം വ്യത്യസ്തമാണ്. അവരുടെ ജീവിത രീതിയും ജീവിതശൈലിയും ജീവിതത്തിലെ കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ്. പക്ഷേ ദൈവം തൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത മേഖലകളിൽ ഉണ്ടായിരുന്ന ഈ 3 പേരെയും എടുത്തുപയോഗിച്ചതിൻ്റെ ചരിത്രമാണ് സെഖര്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളോട് ഒരു പക്ഷേ അതിനേക്കാൾ കഠിനമായ ഒരു ജീവിത സാഹചര്യത്തിലായിരുന്നു അന്നത്തെ ദൈവജനം കഴിഞ്ഞിരുന്നത്. കാരണം അവരുടെ ഏറ്റവും സന്തോഷകരമായ ദേവാലയവും പട്ടണവും വർഷങ്ങളോളം നശിപ്പിക്കപ്പെട്ട് കിടക്കുന്നു. അതിന് മതിലില്ല. അതിലേറ്റവും ആകർഷക കേന്ദ്രം എന്ന് പറയുന്നത് ദേവാലയമാണ്. അത് ഉപയോഗശൂന്യമായി തീർന്നിരിക്കുന്നു. തിരിച്ച് അവർ വന്നു. അവർ ജീവിതത്തിൽ അവരോട് പറയുന്നത് ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതിനും അതിൻ്റെ അടയാളമായിട്ട് ദേവാലയം പുനഃസ്ഥാപിക്കുന്നതിനും ആണ് അവരെ വിട്ടതെങ്കിലും പല കാരണങ്ങളാൽ അതിന് തടസ്സം വന്നു. അവർ തന്നെ വിചാരിച്ചു പതുക്കെ മതി. മറ്റൊന്ന്,
അവർക്ക് തടസ്സങ്ങൾ നേരിട്ടു, ശത്രുതകളുണ്ടായി, അവരെ പണി തടസ്സപ്പെട്ടു. തികച്ചും അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന ആളുകളോടാണ് സെഖര്യാവ് പ്രവചിക്കാൻ ആരംഭിച്ചത്. ദൈവത്തിന് ഏത് കാലത്തും താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ തൻ്റെ ഹിതം നിറവേറ്റുന്നതിന് ആളുകളെ ഉപയോഗിക്കാറുണ്ട്. അത് പ്രവാചകനാകാം, പുരോഹിതനാകാം, അല്ലെങ്കിൽ ഒരു സെക്യുലർ ലീഡറാകാം. മേഖലകൾ വ്യത്യസ്തമാണെങ്കിലും ദൈവം പ്രവർത്തിക്കുന്നതിന്, ശുശ്രൂഷകൾ നിറവേറ്റുന്നതിന് ഇന്ന ആൾ മാത്രമേ പാടുള്ളൂ എന്ന് ദൈവത്തിന് നിർബന്ധമില്ല. ആരെ വേണമെങ്കിലും ദൈവത്തിന് തൻ്റെ ശുശ്രൂഷ, തൻ്റെ ഹിതം നിറവേറ്റുന്നതിന് വേണ്ടി എടുത്ത് ഉപയോഗിക്കാം. അതാണ് സെഖര്യാവിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. തൻ്റെ താല്പര്യം തൻ്റെ ജനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതാണ്. തന്നെ അറിഞ്ഞ് ജീവിക്കുന്ന ഒരു ജനം ഉണ്ടാകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രഥമമായ താല്പര്യം. അപ്പം അതിനുവേണ്ടി എടുത്തുപയോഗിക്കുന്ന ആളുകളുടെ തൊഴിലോ അവരുടെ സ്റ്റാറ്റസോ ഒക്കെ ഡിഫറൻ്റ് ആണെങ്കിലും ദൈവം തൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്യും. സെഖര്യാവിനോട് കർത്താവ് പറയുന്ന, സെഖര്യാവ് എന്ന് പറയുന്ന പുരോഹിതനെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. സെഖര്യാവിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം പ്രവാചക കുടുംബത്തിൽപ്പെട്ട ആളാണ്, ദൈവം എഴുന്നേൽപ്പിച്ച വ്യക്തിയാണ്. ഈ സെഖര്യാവിനോട് ദൈവം തൻ്റെ ജനത്തോട് പറയാൻ ആവശ്യപ്പെടുന്ന സംഗതി സെഖര്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. Proclaim further, this is what the Lord Almighty says, my towns will again overflow with prosperity, and the Lord will again comfort Zion and choose Jerusalem. നശിച്ചു കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന ഒരു പട്ടണത്തെ, അതിൽ അരക്ഷിതരായിട്ട് കഴിയുന്ന ജനക്കൂട്ടത്തോടാണ് ദൈവം പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്. ഞാൻ ഇനിയും ഈ പട്ടണത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇതിൽ ഇനിയും അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും. അന്നേരം അനുഗ്രഹങ്ങളൊന്നുമില്ല, എല്ലാം പ്രയാസമാണ്. പക്ഷേ അവിടെയാണ് പറയുന്നത്, ഞാൻ ഇനിയും പ്രവർത്തിക്കുവാൻ പോകുന്നു എന്ന് പറയുന്നു. വീണ്ടും പ്രവാചകനോട് ദൈവം പറയുന്ന സംഗതി, for this is what the Lord Almighty says, after he has honored me and was sent me against nations that have plundered you, for whoever touches you touch the apple of his eye. നിങ്ങളെ തൊടുന്നവൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവൻ, നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നവൻ ദൈവത്തിൻ്റെ കൺമണിയാണ് തൊടുന്നത്. വലിയ ആശ്വാസവും പ്രത്യാശയും നേരുന്ന ഒരു വാക്യമല്ലേ ഇത്? നമുക്ക് ഭവിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കാത്ത പലവിധ പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നേരിടുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവം നമ്മളെ സംരക്ഷിക്കും. നമ്മൾക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ ഏറ്റെടുക്കുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്ന പോലെയാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർ ഇതേക്കുറിച്ച് ദൈവം പറയുന്നത്. ആവർത്തന പുസ്തകത്തിലും സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് ഈ വാക്യങ്ങൾ തന്നെ വീണ്ടും കാണാം. നമുക്കെല്ലാം പറയാൻ സമയമില്ലല്ലോ. അവിടെ പറയുന്നത്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ നിന്നെ കാത്തുകൊള്ളും. ദൈവം കാത്ത് പരിപാലിക്കുന്ന ദൈവമാണ്. നഗരം ശൂന്യമാണ്, അത് തകർന്നു കിടക്കുകയാണ്.
ആ നഗരത്തെ നോക്കിയിട്ടാണ് ദൈവം പറയുന്നത്, അല്ല, ഇനിയും സമൃദ്ധി ഉണ്ടാകും, ഇനിയും അനുഗ്രഹങ്ങളുണ്ടാകും. നിങ്ങളെ ഉപദ്രവിക്കുന്നവൻ എൻ്റെ കൺമണിയാണ് തൊടുന്നത്. എൻ്റെ അർത്ഥം, നിങ്ങൾ എൻ്റെ കൺമണിയാണ്, നിങ്ങൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വീണ്ടും ദൈവം പറയുന്നത്, ഇനിയും യെരൂശലേമിൻ്റെ മതിലുകൾ തകർന്നു കിടന്നാലും ഞാൻ അതിന് ചുറ്റും തീ മതിലായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. 2-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു തീ മതിലായിരിക്കും. മതിൽ സുരക്ഷിതത്വത്തിൻ്റെ അടയാളമാണ്. ആ മതിലെല്ലാം തകർന്നു കിടക്കുക, യാതൊരു സുരക്ഷയുമില്ല. പക്ഷെ ദൈവം പറയുന്നത്, ദൈവം തന്നെ നിങ്ങൾക്ക് തീ മതിലായിട്ട് നിൽക്കും. ഒരു ദോഷവും ഒരു അപകടവും നിനക്ക് സംഭവിക്കാതെ ഞാൻ കാത്തുകൊള്ളും. അത് പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്ന വാക്യങ്ങളാണ്. പിന്നെ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ കാണാം, യെരൂശലേമിൻ്റെ വീഥികൾ ശൂന്യമായിട്ട് കിടക്കുന്നു, നഗരം ശൂന്യമായിട്ട് കിടക്കുന്നു. എന്നാൽ ആ നഗരത്തിൽ ഇനിയും വൃദ്ധന്മാർ തങ്ങളുടെ കൈകളിൽ ഊന്നുവടിയും പിടിച്ചുകൊണ്ട് നടക്കും. കുട്ടികൾ ഈ തെരുവീഥികളിൽ വീണ്ടും കളിക്കും. നമ്മൾ ഇന്നത്തെ സാഹചര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വൃദ്ധന്മാർക്കോ വൃദ്ധകൾക്കോ കുട്ടികൾക്കോ നമ്മുടെ സ്ട്രീറ്റിലോ റോഡിലോ ഒന്നും ഇറങ്ങാൻ സാധിക്കാതെ ഇരിക്കുന്ന ഈ കാലത്ത് നമ്മളോട് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇല്ല, ഇതിനൊക്കെ മാറ്റം സംഭവിക്കും. ഇനിയും നിങ്ങളുടെ തെരുവീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധകളും ഉണ്ടാകും. ഇനിയും നിങ്ങളുടെ തെരുവീഥികളിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കും. ഈ വലിയ പ്രത്യാശയുടെ ദൂതാണ് സെഖര്യാവിനോട് ഈ തകർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കളോട് ദൈവം കൊടുക്കുന്നത്. ഇതാണ് സെഖര്യാ പ്രവാചനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളൊന്ന് പ്രവാചകൻ തന്നെയാണ് സെഖര്യാവ്. 2-ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് യോശുവ എന്ന് പറയുന്ന മഹാപുരോഹിതനാണ്. ഈ മഹാപുരോഹിതൻ ദൈവമുമ്പാകെ നിന്ന് ദൈവിക ശുശ്രൂഷ നിവർത്തിക്കേണ്ടുന്ന ആളാണ്. പക്ഷെ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യോശുവ എന്ന മഹാപുരോഹിതൻ നിൽക്കുന്നത് മുഷിഞ്ഞ വസ്ത്രത്തോടുകൂടിയാണ്, ഫിൽത്തി ഡ്രസ്സസ്സാണ്. മഹാപുരോഹിതന്മാർക്ക് വിശുദ്ധമായ വസ്ത്രം, പ്രത്യേകമായ വസ്ത്രമുണ്ട്. അവർക്ക് തലയിൽ ഒരു ടർബനുണ്ട്, അവർക്ക് നല്ല ഉടുപ്പുണ്ട്, ഒരു അരക്കെട്ടുണ്ട്. ഇതൊക്കെയുള്ള അതിന് പ്രത്യേകമായിട്ടുള്ള പുരോഹിതന്മാർക്കുള്ള പൗരോഹിത്യ വസ്ത്രം എങ്ങനെയായിരിക്കണം എന്നുള്ള പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് വിശുദ്ധമാണ്. ആ വിശുദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കേണ്ടുന്ന മഹാപുരോഹിതൻ ഇവിടെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആണ് നിൽക്കുന്നത്. കാരണം ഈ മുഷിഞ്ഞ വസ്ത്രം അല്ലെ ഫിൽത്തി ഡ്രസ് എന്ന് പറയുന്നത് പാപത്തിൻ്റെ അടയാളമാണ്. ജനം ദൈവത്തെ വിട്ട് പാപവഴികളിൽ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുരോഹിതനും അതിൽ പങ്കുകാരനാവും. ദൈവസന്നിധിയിൽ ആരും തികഞ്ഞവരോ പൂർണ്ണമായിട്ട് നല്ലവരോ ആയിട്ടില്ല. അത് പ്രവാചകനായിരുന്നാലും പുരോഹിതനായിരുന്നാലും ഗവർണറായിരുന്നാലും. പക്ഷെ ദൈവം സെഖര്യാവിനോടുകൂടെ പറയുന്നത്, ഈ അധ്യായത്തിൽ തന്നെ പറയുന്നത്, യോശുവയെ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി ഞാൻ അവന് ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അവൻ്റെ തലയിൽ പുതിയൊരു മുടി വയ്ക്കാനായിട്ട് പോവുകയാണ്, ഒരു പുതിയ ടർബൻ വയ്ക്കാൻ വേണ്ടി പോവുക. അതിനർത്ഥം ദൈവം നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആയിരിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് ഒരു മാറ്റം വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വസ്ത്രം മുഷിഞ്ഞതായിരുന്നാലും അത് പാപപങ്കലമായിരുന്നാലും അത് ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ക്ഷമിക്കുന്ന ദൈവം നമ്മുടെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ തലയിൽ പുതിയൊരു മുടി വയ്ക്കും.
പിന്നെയും പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അവന് പോക്കുവരത്ത്, ഗമനാഗമനങ്ങൾ വരുത്തും എന്നാണ് പറയുന്നത്. ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യങ്ങളെ, ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിവുള്ള ദൈവമാണ്. എത്ര മുഷിഞ്ഞ വസ്ത്രമായിരുന്നാലും, അത് എത്ര പരിതാപകരമായിരുന്നാലും, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു, ഒരുങ്ങിയിരിക്കുന്നു. യോശുവയെക്കുറിച്ച് പറയുന്ന വേറെ പ്രധാനപ്പെട്ട ഒരു ഇമേജ് എന്ന് പറയുന്നത്, യോശുവയെക്കുറിച്ച് പറയുന്നത്, അവൻ തീയിൽ നിന്ന് വലിച്ച് എടുക്കപ്പെട്ട ഒരു വിറക് കൊള്ളി മാത്രമാണ്. അവൻ ഉണങ്ങിപ്പോയ ഒരു വിറകിൻ്റെ കഷ്ണമാണ്. അത് കത്തിപ്പോകേണ്ടതാണ്. പക്ഷേ ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ച് എടുത്തിരിക്കുന്നു. അപകടങ്ങളിൽ നിന്ന് നമ്മളെ വലിച്ചെടുത്ത് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. നമ്മുടെ നിർജ്ജീവമായ ഉണങ്ങിപ്പോയ ജീവിത സാഹചര്യങ്ങളെ മാറ്റി അതിനെ വീണ്ടും പുതുക്കുന്ന ഒരു ദൈവമാണ് ഉള്ളത് എന്ന് ഈ പ്രവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുക. ഉണങ്ങിയ വിറക് മാത്രമായിരുന്ന ഈ പുരോഹിതനെ നമ്മൾ പിന്നീട് വായിക്കുന്നത്, ഒലിവിൻ്റെ എണ്ണ ഒഴുകുന്ന ഒലിവിൻ്റെ കൊമ്പായിട്ട് ഞാൻ നിന്നെ മാറ്റും എന്നാണ് പറയുന്നത്. ഉണങ്ങിയ അവസ്ഥയിൽ നിന്നും, ദരിദ്രമായ അവസ്ഥയിൽ നിന്നും, തീയിൽ നിന്ന് വലിച്ചു ഊരി എടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിലും നിന്നിൽ വീണ്ടും എണ്ണ ഉണ്ടാക്കുവാൻ, എണ്ണ ഒഴുക്കുവാൻ സാധിക്കുന്ന ദൈവമാണ്. അതിനർത്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ എത്ര ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയെ മാറ്റുവാൻ, അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും എന്ന് തന്നെയാണ്. മൂന്നാമത്തെ വ്യക്തി സെരുബ്ബാബേൽ എന്ന് പറയുന്നത് ഗവർണറാണ്. അദ്ദേഹം ഒരു സെക്കുലർ ലീഡറാണ്. സെരുബ്ബാബേലാണ് ആലയം പണിയാനായിട്ട് തുടങ്ങിയത്. പക്ഷേ പണി തുടങ്ങി, തടസ്സങ്ങൾ നേരിട്ടു. 16 വർഷം പണി മുടങ്ങിക്കിടന്നു. പക്ഷേ ഈ വർഷങ്ങളൊക്കെയും ഈ സെരുബ്ബാബേൽ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മൾ കരുതണ്ട. നമ്മൾ വായിക്കുന്നത്, സെരുബ്ബാബേലിനെ കുറിച്ച് വായിക്കുന്നത്, സെരുബ്ബാബേൽ ഈ പണിക്ക് വേണ്ടി, ഈ പ്രവൃത്തിക്ക് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്തിരിക്കുന്ന മനുഷ്യനായിരുന്നു എന്നാണ്. 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഹൂ ഡിസ്പൈസസ് ദ ഡേ ഓഫ് സ്മോൾ തിങ്സ്, men will rejoice when they see the plumb line in the hand of Zerubbabel. മലയാളം ബൈബിൾ നമ്മൾ വായിക്കുന്നത്, സെരുബ്ബാബേലിൻ്റെ കയ്യിലുള്ള തൂക്കക്കട്ട കണ്ട് ഞാൻ സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്ലംബ് ലൈനും തൂക്കുകട്ടയും കെട്ടിടം പണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. പണി മുടങ്ങിക്കിടക്കുകയാണ്, കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷേ ദൈവം പറയുന്നു, സെരുബ്ബാബേലിൻ്റെ കയ്യിൽ ആ സമയത്തും പണിയായുധങ്ങളുണ്ട്. അവൻ്റെ കയ്യിൽ അതിൻ്റെ പ്ലംബ് ലൈനുണ്ട്, തൂക്കുകട്ടയുണ്ട്. അത് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. നിഷ്ക്രിയരായിരിക്കുകയും ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ വരുന്നതുപോലെ വരട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നവരല്ല ദൈവമക്കൾ. ഇദ്ദേഹം ഒരു ഐമേനിയാണ്, മറ്റേ പുരോഹിതനും പ്രവാചകരൊക്കെയാണ്. ഇതൊരു സാധാരണ മനുഷ്യനാണ്. പക്ഷേ ഈ സെരുബ്ബാബേലിൻ്റെ കയ്യിൽ അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന ദേവാലയ നിർമ്മിതിയുടെ ഉപകരണങ്ങളുണ്ട്. അത് കണ്ട് ദൈവം സന്തോഷിക്കുക. ആ സെരുബ്ബാബേൽ ഗവർണറാണ്, അധികാരമുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ അദ്ദേഹത്തിന് പ്രയോഗിക്കാം. പക്ഷെ ദൈവം പ്രവാചകനിൽ കൂടെ സെരുബ്ബാബേലിനോട് പറയുന്നത്, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ നീ പ്രവർത്തിക്കണം. നിനക്ക് സൈന്യത്തെ ഉപയോഗിക്കാം, വേറെ പല മാർഗങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് ദൈവാലയം പണിയപ്പെടേണ്ടത്, ദൈവജനം പണിയപ്പെടേണ്ടത്. സെരുബ്ബാബേലിനോട് തന്നെ പറയുന്നതാണ്, നീ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാലാണ് നീ പ്രവർത്തിക്കുന്നത്. അങ്ങനെ നീ ചെയ്താൽ കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ നീ അതിന് ആണിക്കല്ല് കരയേറ്റും എന്നാണ്.
കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ ദൈവത്തിൻ്റെ വലിയ ഗ്രേസ് അല്ലാതെ നമ്മുടെ ശക്തിയിലോ നമ്മുടെ പ്രാപ്തിയിലോ നമ്മുടെ കഴിവിലോ നമ്മൾ ആശ്രയിക്കരുത്. അതിന് പകരം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഒരുപക്ഷെ അതിന് തടസ്സം നേരിടാം, അത് ഉണങ്ങിയ അവസ്ഥയിലാകാം, പ്രയാസങ്ങളുണ്ടാകാം, നിരുത്തരവാദിത്വപരമായിട്ട് പെരുമാറുന്ന ആളുകളും സാഹചര്യവും ഉണ്ടാകാം, അപകടങ്ങളുണ്ടാകാം, തെരുവീഥികളൊക്കെ ശൂന്യമാകാം. പക്ഷേ അതിൻ്റെ നടുവിൽ കൃപ കൃപ എന്ന ആർപ്പോട് കൂടെ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവാത്മാവിനാൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം അത് പൂർത്തീകരിക്കും. നമ്മൾ കാണുന്നത് ഇതിനുശേഷം 4 വർഷം കൊണ്ട് സെരുബ്ബാബേൽ ദേവാലയത്തിൻ്റെ ആലയത്തിൻ്റെ പണി പൂർത്തീകരിച്ചു, പ്രതിഷ്ഠ നടത്തി എന്നുള്ളതാണ്. ഇതുപോലെ അതിമനോഹരമായ ഒരു പുസ്തകം, അതിൻ്റെ പ്രവചനങ്ങളും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത്രേ ഉള്ളൂ, ഈ 3 ആളുകൾ, 3 വ്യത്യസ്ത മേഖലകളിൽ ഉള്ള 3 വ്യക്തികൾ, ഒരു പ്രവാചകൻ, ഒരു പുരോഹിതൻ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഐമേനി, ഒരു ലേമാൻ, സെരുബ്ബാബേൽ. ഇവർക്ക് എല്ലാവർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് നിറവേറ്റുവാൻ ദൈവം അതിനുള്ള ഗ്രേസും അതിനുള്ള കൃപയും കൊടുത്തു. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല, എൻ്റെ കൃപയാലത്രേ, എൻ്റെ ആത്മാവിനാലത്രേ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നമ്മളിന്ന് വളരെ പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെയാണ്. പലരും നിഷ്ക്രിയരാണ്. പലർക്കും ദൈവം ഉണ്ടോ, ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ടാകുന്ന സമയമാണ്. മറ്റ് പ്രതികൂല കാരണങ്ങളാൽ ആരാധന നടക്കുന്നില്ല, ദേവാലയങ്ങൾ അടഞ്ഞു കിടക്കുന്നു, കൂട്ടായ്മകൾ നടക്കുന്നില്ല, ആകെ പ്രയാസമാണ്. നമ്മളോടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, അല്ല, ഞാൻ നിൻ്റെ സ്ഥിതി മാറ്റാൻ പോവുക. ഇനിയും തെരുവീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും കുഞ്ഞുങ്ങളും ഉണ്ടാകും. കാരണം ഞാൻ നിങ്ങൾക്ക് തീമതിലായിട്ട് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്കൊരു പ്രയാസവും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ സംരക്ഷിക്കും. കാരണം നിങ്ങൾ എൻ്റെ കൺമണിയാണ്. നിങ്ങൾ എൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രവർത്തിക്കുമെങ്കിൽ ദൈവം പ്രവർത്തിക്കും, ദൈവം അനുഗ്രഹിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സെഖര്യാവിൻ്റെ കാലത്തെ ദൈവജനത്തെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കഠിനമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, ഞാൻ നിൻ്റെ സ്ഥിതി മാറ്റുവാൻ പോവുക, ഞാൻ നിൻ്റെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പോവുക, ഞാൻ നിൻ്റെ കൃപ കൊണ്ട് മൂടുവാൻ പോവുക. ആ കൃപയിലേക്ക് വളർന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് നിത്യ വിശ്വാസ പ്രമാണം ചൊല്ലാം. സർവ്വപിതാവായ ആകാശത്തെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായുള്ള സകലമായ ഏകത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വമുമ്പേ ജനിക്കപ്പെട്ടവൻ, ദൈവത്തിൻ ദൈവം, പ്രകാശം സത്യവും ജനിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനകത്തുള്ളവൻ. അവനാൽ സകലമുണ്ടായി. അവൻ മനുഷ്യായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ മനുഷ്യനായിത്തീർന്നു. വിളിച്ചപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, അടുക്കപ്പെട്ടു, തിരുനിർവാഹം 3-ാം ദിവസം ഏറ്റു, സ്വർഗ്ഗത്തിലേക്ക് കയറി യാതൊരുക്കുന്നു. അവൻ ജീവനെയും മരിച്ചവരെയും ന്യായപ്പാൻ മാത്രം വീണ്ടും വരും. അവൻ രാജ്യത്തിന് അവസാനമുണ്ടായില്ല. പിതാവ് ജീവിക്കുന്നതും പിതാവിനും പുത്രനെന്നും പുറപ്പെടുന്നതിനും പിതാവിനോടും പുത്രനോടെ മാറ്റുന്നതിനും പ്രാചീനമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. കത്തോലികവും അപ്പോസ്തലികവുമായ ഏകസഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാവമടത്തുള്ള ഏകസഭയും ഞാൻ അനുസരിക്കുന്നു. മനുഷ്യരുടെ പ്രാർത്ഥനയിലും ഒരുപാട് ലോകത്തെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് തലകളെ വണക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം.
നമ്മെ പൂർണ്ണമായ ദൈവമുൻപാകെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ലോക സാഹചര്യത്തെ ദൈവമുൻപാകെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകത്തിനും നമ്മുടെ ദേശത്തിനും ഇന്ത്യ രാജ്യത്തിനും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും വലിയ പ്രതീക്ഷകൾ ദൈവസ്ഥാനത്തിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഓർക്കാം. പ്രത്യേകിച്ച് ദൂരദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർക്കാം. അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവം പരിപാലിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. വിവിധങ്ങളായ പ്രയാസ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ദിവസങ്ങളാണല്ലോ ഇത്. ഈ ദിവസങ്ങളിൽ ദൈവമേ അവരെ ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ COVID-19 സാഹചര്യത്തിൽ ഈ മഹാമാരിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹോസ്പിറ്റലുകൾ, അതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, നേഴ്സുമാർ, മറ്റ് പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ, ഗവൺമെൻറ് ഭാരവാഹികൾ, സമൂഹത്തിലുള്ള വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ അവരോട് കൂടി ഇരുന്ന് ദൈനംദിനം അവരെ ധൈര്യപ്പെടുത്തുന്നതിനും ഈ മഹാമാരിക്കെതിരെ ഏകമനസ്സോടുകൂടെ നിൽക്കുവാനും ദൈവം സഹായിക്കുന്നതിനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്ത് എല്ലാവരും ശാന്തി, സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കുന്നതിന് ദൈവമേ സഹായിക്കണമേ. ഈ വലിയ മഹാമാരിയിൽ നിന്ന് ദേശത്തെയും ഞങ്ങളെയും സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് എല്ലാ സഭകളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ ശുശ്രൂഷകരെ ഓർക്കാം. ഓരോ കുടുംബങ്ങളെയും ദേശത്തുള്ള എല്ലാ വ്യക്തികളെയും ഓർക്കാം. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരുണ്ട്, അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ ഓർക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ ആശ്വസിപ്പിക്കണമേ എന്നപേക്ഷിക്കാം. വാർദ്ധക്യത്തിൻ്റെ ക്ഷീണാവസ്ഥയിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. നരയ്ക്കുവോളം ചുമക്കാമെന്ന് പറഞ്ഞ ദൈവം അവരെ ഉള്ളം കയ്യിൽ വഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ യൗവനക്കാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവേ, അവർക്ക് ആവശ്യമാകുന്ന കൃപ പകരണമേ എന്ന് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ പിറന്നാൾ, വിവാഹ വാർഷികം ആഘോഷിച്ചവരെ ഓർക്കാം. ദൈവം പുതിയൊരു വർഷം അവർക്ക് നൽകിയത് ഓർത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ സാന്നിധ്യവും കരുണയും അവരുടെ കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടിയും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അതുപോലെ ഇപ്പോൾ വിവിധ ദേശങ്ങളിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കാം. എല്ലാ സഭാമേൽധ്യക്ഷന്മാരെയും മറ്റ് പ്രവർത്തകരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളെയും ദൈവമുൻപാകെ സമർപ്പിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഓരോ ഭവനങ്ങളെയും വ്യക്തിപരമായും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമാകുന്ന നല്ല പിതാവേ, ഈ വിശുദ്ധമായ ദിവസം അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചുവല്ലോ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണം, ഞങ്ങളോട് ഇടപെടണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ ദേശത്തെയും ലോകത്തെയും ഇന്ത്യ രാജ്യത്തെയും മുഴുവനായി തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവേ, ഇപ്പോൾ കർത്താവേ, ലോകം മുഴുവൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി ഞങ്ങളെ വിട്ടു പോകുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. അവിടുന്ന് ലോകത്തെ സൗഖ്യമാക്കണം, സമാധാനം പകരണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവേ വിവിധ ഇടങ്ങളിലായിരിക്കുന്നുവല്ലോ. ദൈവം അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവിടുന്ന് വഹിക്കണം, അവിടുന്ന് കരുതണം, അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ദൈവമേ, ഈ മഹാമാരിക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഓർക്കുന്നു. ഹോസ്പിറ്റലുകൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ എല്ലാ സാമൂഹ്യ ഗവൺമെൻറ് പ്രവർത്തകരെയും ഓർക്കുന്നു. കർത്താവേ, അവരെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ, അവരെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലും ക്ഷീണതയിലുമായിരിക്കുന്നവരും ഞങ്ങളുടെ യൗവനക്കാരെയും കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ കരുതലിൽ, കാവലിൽ അവരെ ഭരമേൽപ്പിക്കുന്നു. അവിടെ നിന്ന് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് പിറന്നാൾ, വിവാഹ വാർഷികം ആഘോഷിച്ചവർക്ക് ദൈവമേ
അങ്ങ് നന്മയും സന്തോഷവും സമാധാനവും പകർന്ന് നൽകുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാ ശുശ്രൂഷകർക്കായിട്ടും എല്ലാ കർത്താവെ മതമേൽദീക്ഷന്മാർക്ക് വേണ്ടിയിട്ടും വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്ന കർത്താവെ, അവിടുന്ന് അവരെ ധൈര്യപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് ഓർത്തുകൊണ്ട് നന്ദി. സകലതും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല ജ്ഞാനത്തിൻ്റെയും ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അങ്ങ് ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിലുള്ള ഞങ്ങളുടെ അജ്ഞതയും അങ്ങറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും അങ്ങയോട് ചോദിക്കുവാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കുവാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മോടെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. The breaking of the bread. Behold, how good and joyful thing it is, brethren, to dwell together in unity. We, who are many, are one bread, one body, for we all partake of the one bread. I will offer in his dwelling oblation with great gladness. I will sing and speak praises unto the Lord. Peace of our Lord be with you. കീർത്തനം 436.
Holy Father, who through the blood of your dear Son has consecrated for us a new and living way to your throne of grace, we come to you through him unworthy as we are. And we humbly ask you to accept and use us and these are gifts for your glory. All that is in heaven and earth is yours, and of your own do we give to you. Amen. Let us pray together. Be present, O Jesus, you good high priest, as you were in the midst of your disciples, and make yourself known to us in the breaking of the bread, who who lives and reigns with the Father and the Holy Spirit, one God, world without end. Amen. The Lord be with you. And with thy spirit, Lift up your hearts. we lift them unto the Lord. Let us give thanks unto our Lord God. It is meet and right so to do. This verily meet, right, and our bounden duty. Thou shalt all times in all places give thanks unto you, O Lord, Holy Father, Almighty and everlasting God, through Jesus Christ, your Son, O Lord, through whom you created the heavens and earth and all that is in them, and did make man in your own image, and when he had fallen into sin, did redeem him to be the first fruits of a new creation. Therefore, with Jesus, and called them you often, we love and magnify your glorious name, evermore praising you and saying, Holy, 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 Lord God of hosts, heaven and earth are full of your glory. Glory be to you, O Lord Most High. Blessed be that has come and is to come in the name of the Lord. Hosanna in the highest. truly holy, truly blessed are you, Holy Father, who of your tender love towards mankind did give your only Son Jesus Christ to take your nature upon him and to suffer death upon the cross for redemption, who made there, by his one oblation of himself once offered, a full, perfect and sufficient sacrifice, oblation and satisfaction for the sins of the whole world, and did institute, and his holy gospel command us to continue, a perpetual memory of that his precious death until his coming again, who in the same night that he was betrayed, took bread, and when he had given thanks, he broke it and gave it to his disciples, saying, Take, eat. This is my body which is given for you. Do this in remembrance of me. Likewise, after supper, he took the cup. And when he had given thanks, he gave it to them, saying, Drink you all of this, for this is my blood of the new covenant, which is shed for you and for many, for the remission of sins. Do this as often as you shall drink it, in remembrance of me. Amen. Your death, O Lord, we commemorate. Your resurrection we confess, and your second coming we wait. Glory be to you, O Christ. Therefore, O Lord our God, remembering the precious death and passion, and glorious resurrection and ascension of your Son, our Lord, we your servants do this in remembrance of him, as he has commanded until his coming again, giving thanks to you for the perfect redemption which you have brought about for us in him. We give thanks to you, we praise you, we glorify you, O Lord our God. And we most humbly ask you, O merciful Father, to sanctify with the Holy Spirit us and these your own gifts of bread and wine, that the bread which you break may be the communion of the body of Christ, and the cup which you bless the communion of the blood of Christ. Grant that being joined to him, we may all attain to the unity of the faith, and may grow up in all things unto him who is that even Christ our Lord, by whom and with whom in the unity of the Holy Spirit all honor and glory be unto you, O Father Almighty, world without end.
Amen. As our Savior Christ had commanded and taught us, we are bold to pray. Our Father in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as in heaven. Give us this day our daily bread, for your trespasses, as we forgive our trespasses, and lead us into temptation, but deliver us from evil. For thine is the kingdom, the power, and the glory, forever and ever. Amen. now let us join the prayer of humble access. We do not presume to come to this your table, O merciful Lord, trusting in our own righteousness, but in your manifold and great mercies. We are not worthy so much as to gather up the crumbs under your table, but you are the same Lord, whose nature is always to have mercy. Grant us therefore, gracious Lord, so to eat the flesh of your dear Son, Jesus Christ, and to drink his blood, that our sinful bodies and souls may be made clean by his most precious body and blood, that they evermore dwell in him and in us. Amen. The bread which we break is not a communion in the body of Christ. O Lamb of God, O Lamb of God, that takest away the sin of the world. Have mercy upon us. O Lamb of God, O Lamb of God, that takest away the sins of the world. Have mercy upon us. O Lamb of God, O Lamb of God, that takest away the sins of the world. Grant us thy peace. Grant us thy peace. Let us join the following prayer. Gracious God, you have fed us with the spiritual food of the most precious body and blood of your Son, our Savior Jesus Christ. You have assured us in these holy mysteries of your favor and goodness towards us, that we are living members of the body of your Son and heirs of your eternal kingdom. For these great benefits, we thank you that in union with your Son, we offer you ourselves as a living sacrifice. And now, Lord, send us out to do the work you have given us to love and serve you as faithful witness of Christ our Lord. Amen. Blessing and glory, wisdom, and thanksgiving, and honor and power, and might be unto your God forever and ever. Amen. The peace of God which passes all understanding
keep your hearts and minds in knowledge and love of God and of His Son, Jesus Christ our Lord. And the blessing of God Almighty, the Father, the Son, and the Holy Spirit be among you and remain with you always. Amen. Amen. Nearer, my God, to thee, nearer to thee. Yea, though it bring a cross that misses me, still all my song shall be. Nearer, my God, to thee, nearer, my God, to thee, nearer to thee. ജ്ഞാനകീർത്തകളിൽ 260. കർത്തനെന്നെ നടത്തുന്നു, എത്ര ഭാഗ്യം, സ്വർഗാശ്വാസം. എല്ലാറ്റിലും എവിടെയും തൻ കൈ തന്നെ നടത്തുന്നു, നടത്തുന്ന തൻ കൈയാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ നടത്തുന്ന ആദി ദുഃഖ മധ്യത്തിലും ഏതൻ ഭാഗ്യ നീരാവിലും ശാന്തത്തിൽ താൻ വാൻകാറ്റിൽ താൻ തൻ കൈ തന്നെ നടത്തുന്നു, തൻ കൈയാൽ നടത്തുന്ന തൻ പിൻഗാമി ആയിടും ഞാൻ, തൻ കൈയാൽ നടത്തുന്ന. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആത്മാവോടെയും നിങ്ങൾക്ക് സമാധാനത്തോടെ പോകാം. നാം തന്നെ. ആമേൻ.